Dear students, today we are going to learn a new lesson, a new topic. The topic's name is more about verbs. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെർബ്സിനെ കുറിച്ചാണ്. വെർബ്സിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. I have given some examples, some sentences here on the board. Look at these sentences. The first sentence, the boys play football. ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. സെക്കൻഡ് വൺ, ലീല റോട്ട് എ ലെറ്റർ. ലീല ഒരു കത്തെഴുതി. തേർഡ് വൺ, വി സ്റ്റഡി ഇംഗ്ലീഷ്. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. ആൻഡ് ഫോർത്ത് വൺ, ഹി നോസ് പെയിന്റിംഗ്. അവന് പെയിന്റിംഗ് അറിയാം. ഫിഫ്ത്ത് വൺ, ഐ ഹാവ് എ കാർ. എനിക്കൊരു കാറുണ്ട്. സിക്സ്ത് വൺ, ഹി ഈസ് ദ ക്ലാസ് ലീഡർ. അവൻ ക്ലാസ് ലീഡറാണ്. സെവൻത് വൺ, ദേ ആർ പുവർ. അവർ പാവങ്ങളാണ്. എയ്ത്ത് വൺ, ഷി വാസ് സ്ലീപ്പിംഗ്. അവൾ ഉറങ്ങുകയായിരുന്നു. ഇതൊക്കെയാണ് കുറച്ച് ഞാൻ കൊടുത്തിട്ടുള്ള സെന്റൻസുകൾ. ഇൻ ദീസ് സെന്റൻസസ് 1, 2, 3, 4 അണ്ടർലൈൻഡ് വേർഡ്സ് ആർ വെർബ്സ്. അതായത് 1, 2, 3, 4 വരെയുള്ള അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡുകൾ ശ്രദ്ധിക്കുക. പ്ലേ, റോട്ട്, സ്റ്റഡി, നോസ്, അതുവരെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡുകൾ, അവയെ നമുക്ക് വെർബ്സ് എന്ന് വിളിക്കാം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ക്രിയകൾ എന്ന് വിളിക്കാം. ആൻഡ് ദേ ഡിനോട്ട് ആൻ ആക്ഷൻ. അവർ ഒരു ആക്ഷനെ, ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. ആൻഡ് ഇൻ സെന്റൻസുകൾ ഫ്രം ഫിഫ്ത്ത് ടു 8, 5 മുതൽ 8 വരെയുള്ള സെന്റൻസുകളിലെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഹാവ്, ഈസ്, ആർ, വാസ് എന്നീ വാക്കുകൾ, എന്നീ വെബ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇത്തരത്തിലുള്ള വെബ്സിനെ നമുക്ക് ഓക്സിലറി വെബ്സ് എന്ന് വിളിക്കാം. സോ ഫ്രം 5th to 8 there are verbs. The underlined words show a state of being. State of being എന്ന് പറഞ്ഞാൽ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ ഒരു സ്റ്റേറ്റ്. In the sentences 5th, the underlined word denotes possession, a possession. I have a car. ഫിഫ്ത്ത് സെന്റൻസിലെ ഹാവ് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി വെബാണ്. ഓക്സിലറി വെബ് എന്താണെന്ന് അടുത്ത ടോപ്പിക്കിൽ ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ അത് ഓക്സിലറി വെബ് എന്ന് മനസ്സിലാക്കിയാൽ മതി. 5th to 6th വരെയുള്ള അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകൾ, അവയെ ഓക്സിലറി വെബ്സ് എന്ന് വിളിക്കാം. അതുപോലെ 1 to 4 അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വെബ്സ് സാധാ വെബ്സ് എന്ന് വിളിക്കും. അപ്പോൾ 5th to 8 വരെയുള്ള ഓക്സിലറി വെബ്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ 5th, ഐ ഹാവ് എ കാർ. ഹാവ് എന്ന് പറഞ്ഞാൽ ഒരു പൊസഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഒരു എനിക്കൊരു കാറുണ്ട്, എനിക്കൊരു വണ്ടിയുണ്ട്, എനിക്കൊരു ബുക്കുണ്ട്, എനിക്കൊരു വീടുണ്ട്, അങ്ങനെയൊക്കെ ഒരു പൊസഷൻ ടൈപ്പ് വേർഡാണ് 5th സെന്റൻസ് കൊടുത്തിട്ടുള്ളത്. അതായത് പൊസഷൻ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതയാണ് കാണിക്കുന്നത്. സോ ഡിയർ സ്റ്റുഡൻസ്, ഐ ഹാവ് ഗിവൺ സം വേർഡ്സ് ഹിയർ. ഈസ്, ആർ, ഈസ്, ആറ് എല്ലാം ഒരു വെബ്സ് ആണ്. അത് ഓക്സിലറി വെബ്സിൽ പെടുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് ഈസ്, ആറ് എന്ന് പറയുന്നത് ബി എന്നതിനെ സൂചിപ്പിക്കുന്നു. ബി എന്ന ക്രിയയുടെ വിവിധ രൂപങ്ങളാണ് ഇവ. അതായത് ബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, ഈസ് റണ്ണിങ്, ഈസ് വാക്കിംഗ്, ഹി ഈസ് വാക്കിംഗ്, ഹി ഈസ് റണ്ണിങ്, ഹി ഈസ് റൈഡിങ്. അങ്ങനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അവൻ ബൈക്ക് ഓടിക്കുകയാണ്, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് ബി എന്നുകൊണ്ട്. അതിൻ്റെ വിവിധ രൂപങ്ങളാണ് ഈസും ആറും. അത് ഈസ് എന്ന് പറയുന്നത് സിംഗുലർ വെബും ആറ് അതിൻ്റെ പ്ലൂരലുമാണ്. ഇതിൻ്റെ പ്രസന്റ് ടെൻസ് ആകുന്നു. പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് ആണ് ഇത്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയും. അത് ടെൻസസിന്റെ ചാപ്റ്ററിൽ പഠിക്കാം. പ്രസന്റ് ടെൻസ് ആകുന്നു. അതുപോലെ ആം എന്ന് പറഞ്ഞാൽ യൂസിങ് ഫോർ
ഐ ഓൺലി, ഞാൻ എന്നുള്ളതിൻ്റെ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഓക്സിലറി വെബാണ് ആം. So we can move to next part, transitive verb and intransitive verb. എന്താണ് ട്രാൻസിറ്റീവ് വെബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെബ് എന്ന് പറഞ്ഞാൽ? സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രാൻസിറ്റീവ് വെബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെബ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ട്രാൻസിറ്റീവ് വെബ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെബ്? ട്രാൻസിറ്റീവ് വെബ് എന്ന് പറഞ്ഞാൽ സകർമ്മക ക്രിയകൾ, ഇൻട്രാൻസിറ്റീവ് വെബ് എന്ന് പറഞ്ഞാൽ അകർമ്മക ക്രിയകൾ. അതായത് സകർമ്മക ക്രിയകൾ. ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെബ് എന്ന് പറഞ്ഞാൽ അകർമ്മക ക്രിയകൾ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ വിൽ ഗിവ് സം എക്സാമ്പിൾസ്. റഹീം wrote a letter. റഹീം ഒരു കത്തെഴുതി. ഇവിടെ റോട്ട് എന്നാണ് ഇതിന്റെ വെബ്. റോട്ട് ഇറ്റ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസിലാണ്. റഹീം ഒരു കത്തെഴുതി, കഴിഞ്ഞു പോയതാണ്. ഇതിലെ വെബായ റോട്ടിനോട് എന്ത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒരു ലെറ്ററാണ്. വെബിനോട് ആരെ, എന്ത്, എന്തിനെ എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് ഒബ്ജക്റ്റ് അഥവാ കർമ്മം. ഇവിടെ എ ലെറ്റർ എന്ന് ഒബ്ജക്റ്റാണ്. ഇവിടെ റോട്ട് എന്തെഴുതി എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് എ ലെറ്റർ. വാട്ട് എന്ന് ചോദിക്കണം. റോട്ടിനോട് വാട്ട് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് ലെറ്റർ. അത്തരത്തിലുള്ള ഒബ്ജക്റ്റുള്ള വെബുകൾക്കാണ്, ഇത്തരത്തിൽ എന്ത് എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒബ്ജക്റ്റുള്ള വെബുകൾക്കാണ് ട്രാൻസിറ്റീവ് വെബ് എന്ന് പറയുന്നത്. ട്രാൻസിറ്റീവ് വെബ് ഓർ സകർമ്മക ക്രിയകൾ മലയാളത്തിൽ പറഞ്ഞു. ഇനി വെബ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അത്തരം വെബുകൾക്കാണ് ഇൻട്രാൻസിറ്റീവ് വെബ് എന്ന് പറയുന്നത്, അതായത് അകർമ്മക ക്രിയ. ഫോർ എക്സാമ്പിൾ, he drives a car. Drives a car എന്ന് പറയുമ്പോൾ ഡ്രൈവ്സിനോട് വാട്ട് എന്ന് ചോദിക്കൂ. ഓടിക്കുന്നു. എന്ത്? എ കാർ. ഇതിന് എന്തെന്ന് ചോദിക്കുമ്പോൾ ഉത്തരമുണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, കാർ ഓടിക്കുന്നു. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് വെബാണ്. So dear students, I have given an example for the transitive verb. Transitive verb നമ്മൾ ഓൾറെഡി പറഞ്ഞ റഹീം wrote a letter. wrote എന്നാണ് ഇവിടെ വെബ്. വെബിനോട് എന്തെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, അതാണ് എ ലെറ്റർ. അപ്പോൾ അതിന് ട്രാൻസിറ്റീവ് വെബ്സ് എന്ന് വിളിക്കാം, സകർമ്മ ക്രിയകൾ. അതുപോലെ ഇൻട്രാൻസിറ്റീവ് വെബിന്റെ എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ചൈൽഡ് സ്ലെപ്റ്റ്. കുട്ടി ഉറങ്ങി. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻട്രാൻസിറ്റീവ് വെബ്. കാരണം എന്താ? കുട്ടി ഉറങ്ങി എന്നുള്ളതിനോട് വാട്ട് എന്ന് ചോദിച്ചു നോക്കൂ. വാട്ട്, എന്തുറങ്ങി, ഉറങ്ങി എന്ന് പറഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള സെന്റൻസുകളെ, അത്തരത്തിലുള്ള വെബ്സിനെ ഇൻട്രാൻസിറ്റീവ്, അതായത് അകർമ്മക ക്രിയകൾ എന്ന് വിളിക്കാം. അനദർ എക്സാമ്പിൾ, ദ പേഷ്യന്റ് ഡൈഡ്. രോഗി മരിച്ചു. ഡൈഡ് എന്നാണ് ഇവിടെ ക്രിയ, വെബ്. വെബിനോട് മരിച്ചു, എന്ന് ചോദിച്ചാൽ ഒരു ഒബ്ജക്റ്റ് ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ അത് ഒരു ഇൻട്രാൻസിറ്റീവ് വെബാണ്. അതുപോലെ അനദർ എക്സാമ്പിൾ, ഷീ കംസ്. അവൾ വരുന്നു. കംസ് എന്നുള്ളത് ഇൻട്രാൻസിറ്റീവ് വെബാണ്. കാരണം കംസിനോട് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ എന്തിനെ, ആരെ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാത്തിനും ആൻസർ കിട്ടണം. ഏതെങ്കിലും ഒന്നിന് കിട്ടിയിട്ട് കാര്യമില്ല. എന്തിന്, ആര്, ഏതെങ്കിലും ഒന്നിന് ആൻസർ കിട്ടിയിട്ട് കാര്യമില്ല. എല്ലാത്തിനും ആൻസർ കിട്ടുന്നതാണ് ട്രാൻസിറ്റീവ് വെബ്സ് എന്ന് പറയുന്നത്. ഓക്കെ.
അതുപോലെ തന്നെ ചില വാക്കുകളിൽ രണ്ട് ഒബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. അവയെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്നും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും എന്നും പറയാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഹി ഗേവ് മീ എ പെൻ. അവൻ എനിക്കൊരു പെണ്ണ് നൽകി. അത് ഗാവിന്റെ ഒരു ഒബ്ജക്റ്റ്, അതായത് ഗാവിനോട് വാട്ട് എന്ന് ചോദിച്ചാൽ, എന്ത് നൽകി, പെൻ എന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു എ പെൻ. ആൻഡ് ഇതിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പെണ്ണിന് നേരെ മുന്നിൽ മീ എന്നുണ്ടല്ലോ, അതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. Another example I will give. The mother told the child a story. ഇതാണ് ഒരു എക്സാമ്പിൾ. അമ്മ കുട്ടിയോട് ഒരു കഥ പറഞ്ഞു. ഇതിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഏതാണെന്ന് അറിയും, തരംതിരിക്കാം. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഓഫ് കോഴ്സ് ടോൾഡ് എന്നാണ് വെർബ്. ടോൾഡിനോട് എന്തെന്ന് ചോദിച്ചാൽ എ സ്റ്റോറി. ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുന്നത് എ സ്റ്റോറി. അതുപോലെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്തായിരിക്കും? ഓഫ് കോഴ്സ് ദ ചൈൽഡ്. സ്റ്റോറിക്ക് നേരെ മുന്നിലുള്ള ചൈൽഡ്, ദ ചൈൽഡ് ആണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. സോ ദാറ്റ്സ് ഓൾ ടുഡേസ് ടോപ്പിക്. ഓക്സിലറി വെബ്സും ട്രാൻസിറ്റീവ് വെബ്സ്, ഇൻട്രാൻസിറ്റീവ് വെബ്സ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ അതെല്ലാം നിങ്ങൾ റിവേഴ്സ് ചെയ്ത് നോക്കുക, നോട്ട്സ് തയ്യാറാക്കുക ഈ ചാപ്റ്ററിനെ കുറിച്ച്. നോട്ട്സ് ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട്സ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സെക്ഷൻ, ഓരോ പാർട്ടായിട്ട്, ഫോളോ അപ്പ് പാർട്ടായിട്ട് പഠിക്കാൻ കഴിയും. നമ്മൾ സാധാ വീഡിയോ കാണുന്ന പോലെ കണ്ട് ഒഴിവാക്കി വിട്ടാൽ പോരാ. നമുക്ക് കാണുമ്പോൾ തന്നെ നോട്ടൊക്കെ എടുത്ത് എഴുതി സ്വന്തമായിട്ടുള്ള നോട്ട് എഴുതുക, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ എഴുതിയ അതുപോലെ എഴുതി നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. അപ്പോഴാണ് കൂടുതൽ മനസ്സിൽ ഇരുത്തി പഠിക്കാൻ കഴിയുള്ളൂ, മനസ്സിലാവുകയുള്ളൂ. So that's all today's topic. Thank you all students for listening. Thank you.